നമസ്കാരം. നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരാണ് എങ്കിൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമായും ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായും അർത്ഥമാക്കാം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. ഭഗവാന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഒരെണ്ണമെങ്കിലും കാണുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഭഗവാന്റെ നാമങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഏവരും ശ്രമിക്കുക. അതിൽ ആദ്യത്തേതായ ലക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തി അതിരാവിലെ ഉണരുന്നതുമായി ബന്ധപ്പെട്ടാണ്. ചിലർ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു എന്ന് വരാം, ചിലർ സ്വപ്നം കണ്ടുകൊണ്ട് ഉണർന്നു എന്ന് വരാം. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് എങ്കിൽ പല സമയങ്ങളിലും ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ നാദം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകാം. അത്തരത്തിൽ കണ്ണ് തുറക്കുന്നതായ സാഹചര്യം, കണ്ണ് തുറക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഭഗവാൻ തന്നെ നിങ്ങളെ വിളിച്ചുണർത്തി എന്നൊരു പ്രതീതി നിങ്ങൾക്കുണ്ടാകും. അത്തരമൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നതാണ് വാസ്തവം. ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ നാദം കേട്ടുകൊണ്ടാകാം നിങ്ങൾ ഉണർന്നിട്ടുണ്ടാവുക. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ, അത് ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയുവാൻ സാധിക്കും. നിങ്ങളുടെ പറമ്പുകളിൽ കുന്നിക്കുരുവുമായി ബന്ധപ്പെട്ട മരം ഉണ്ടാകണം എന്നില്ല. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ പല ഭാഗങ്ങളിലായി അല്ലെങ്കിൽ പറമ്പിൽ പല ഭാഗങ്ങളിലായി കുന്നിക്കുരു കണ്ടു എന്ന് വരാം. ഇത് എപ്രകാരം വരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് പിടികിട്ടുന്നുണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത് ഭഗവാന്റെ സാന്നിധ്യമായി തന്നെ, അനുഗ്രഹമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പല സമയങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ പിന്നിലെ കാരണം മനസ്സിലാകണം എന്നില്ല. എന്നാൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ സാന്നിധ്യമാണ്. ഭഗവാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്, വന്നു പോകുന്നു എന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വീടിൻ്റെ പറമ്പിൽ നിന്നും നിങ്ങൾക്ക് മയിൽപ്പീലി കിട്ടുന്നു എങ്കിൽ അതും ശുഭ സൂചകമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരിക്കലെങ്കിലും ഇപ്രകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ കണക്കാക്കാം. ഭഗവാന്റെ പ്രിയപ്പെട്ടവർക്ക് ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ഭഗവാൻ ഒപ്പമുണ്ട് എന്ന് പ്രകടമാക്കുന്ന ഒരു ലക്ഷണവുമായി അതിനെ പരാമർശിക്കുവാൻ സാധിക്കും. കണ്ടിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതം എപ്പോഴും ഒരേപോലെ ആകണം എന്നില്ല. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. ഭഗവാനായി തന്നെ ചില പരീക്ഷണങ്ങൾ നൽകി എന്ന് വരാം. എന്നാൽ ഭഗവാനായി നൽകിയ പരീക്ഷണങ്ങളാണ് എങ്കിലും അതെല്ലാം നിങ്ങളുടെ മോശം സമയത്ത് വന്നു ചേരുന്ന പരീക്ഷണങ്ങളാണ് എങ്കിലും അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള വഴി ഉണ്ടായി എന്ന് വരാം. അത് കൃത്യമായി തിരഞ്ഞെടുക്കുവാനും കൃത്യമായ രീതിയിൽ തീരുമാനം ആ പ്രധാനപ്പെട്ട സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. മനോധൈര്യം, ആത്മവിശ്വാസം ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾ ആ സമയം എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് കൃത്യമായിരിക്കും എന്നതാണ് വാസ്തവം. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ വിഷമം നിങ്ങളുടെ കൺമുൻപിൽ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ എന്ന ചിന്താഗതി
നിങ്ങൾക്ക് ഉണ്ടാകണം എന്നില്ല. ആ സമയം എന്താണോ അവർക്ക് ആശ്വാസമായി പ്രവർത്തിക്കാൻ സാധിക്കുക, ആ പ്രവർത്തനം നിങ്ങൾ കാഴ്ചവയ്ക്കും എന്നത് വാസ്തവം തന്നെയാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ, ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയായതിനാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം, ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് കാല് വച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾ പിന്മാറുവാനുള്ള സാധ്യത വളരെ കുറവാണ്. മുൻപോട്ട് വെച്ച കാൽ മുൻപോട്ട് എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാകും. അതായത് എത്ര തന്നെ പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും മുന്നോട്ട് തന്നെ പോകുവാൻ താല്പര്യപ്പെടുന്നവരും, എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം, പോസിറ്റീവായ ഊർജം മനസ്സിൽ ഉള്ളവർ കൂടിയായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് മുൻപിൽ മറ്റൊരു വ്യക്തിയുടെ ചതി നടക്കില്ല എന്നതാണ് വാസ്തവം. അത്തരം വ്യക്തികളെ ഇവർക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവർ പറയുന്നതായ കാര്യങ്ങൾ പിന്നീട് ശരിയാണ് എന്ന് മറ്റുള്ളവർക്കും ബോധ്യമാകും. അത്തരത്തിൽ വ്യക്തികളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രത്യേകമായ കഴിവുള്ളവർ കൂടിയാണ് ഇവർ. ഏതൊരു വ്യക്തിയുടെയും ഉദ്ദേശശുദ്ധി ഇവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇവരെ ചതിക്കുക എന്നത്, വിശ്വാസവഞ്ചന നടത്തുക എന്നത് മറ്റുള്ളവർക്ക് എളുപ്പമായ ഒരു കാര്യമല്ല. കാരണം ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള കഴിവ് ഭഗവാൻ ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇവർക്കുണ്ടാകും. നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ പലതും സ്വപ്ന ദർശനത്തിലൂടെ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം. അതായത് കൃത്യമായി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കും. അത് സ്വപ്ന ദർശനത്തിലൂടെയാണ് എങ്കിലും പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഇവർക്ക് വന്നു ചേരും. ഭഗവാനോട് ഇവർക്ക് പ്രത്യേകമായ ഒരു അടുപ്പം ഉണ്ടാകുന്നതാണ്. എത്ര തന്നെ വിഷമത്തിലോ ദുഃഖത്തിലോ ആണ് എങ്കിൽ പോലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരും. രക്ഷപ്പെടാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വന്നു എന്ന് വരാം. ഇതുവരെ ചിന്തിക്കാത്തതായ പല വഴികളെക്കുറിച്ചും ചിന്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വന്നു എന്ന് വരാം. അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ നാവിൽ എപ്പോഴും ഉണ്ടാകും. അറിയാതെ നാമങ്ങൾ ജപിച്ചു പോകുന്ന സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും പല കാര്യങ്ങളും മറന്ന് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുന്നതായ സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു വ്യക്തമായ ധാരണ, ബോധ്യം നിങ്ങൾക്കുണ്ടാകും. കാരണം പല അവസരങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ്. അതും ഭഗവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരെണ്ണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം ഏവർക്കും പ്രകടമാകുന്ന ലക്ഷണങ്ങളല്ല ഇത്. ഈ ലക്ഷണങ്ങൾ പ്രകടമായിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാകും.